32 സെന്റിമീറ്റർ ചുറ്റുമുള്ള അളവുള്ള അല്ലെങ്കിൽ പെരിമീറ്റർ 32 സെന്റിമീറ്റർ ആണ്. ആദ്യം വരച്ചിരിക്കുന്ന ഈ ഒരു സ്ക്വയറിന്റെ അതിന്റെ ചുറ്റുമുള്ള അളവ് പെരിമീറ്റർ 32 സെന്റിമീറ്റർ ആണ്. അവയുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ചുകൊണ്ട് ഒരു ചതുർഭുജം വരച്ചിരിക്കുകയാണ്. കോർഡിനേറ്റർ വരച്ചിരിക്കുന്നു. ഈ കോർഡിനേറ്ററിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ, ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ ഏരിയ എത്രയായിരിക്കുമെന്ന് നിങ്ങൾ കണ്ടെത്തുക. എത്രയാണ് പറഞ്ഞു ജോസ് കുട്ടികൾ ആൻസർ പറഞ്ഞിരിക്കുന്നത്? 1632. പിന്നെ 146 കുട്ടികൾ ഇന്ന് പങ്കെടുത്തിട്ടുണ്ട്. യെസ്, നമുക്ക് നോക്കാം എന്താണ് ചോദ്യം നോക്കാം. ആദ്യം നമുക്ക് ഈ ചോദ്യം എന്താണെന്ന് നോക്കാം. ആദ്യം നമുക്ക് തന്നിരിക്കുന്നത് ഒരു സ്ക്വയർ ആദ്യം വരച്ചു, ഒരു സമചതുരം. ആ സമയത്തിന്റെ ചുറ്റുമുള്ള അളവ് 32 സെന്റിമീറ്റർ ആണെന്ന് തന്നു. എങ്കിൽ ഫെർമിൻ ജോസ് ഒരു സൈഡ് എത്രയായിരിക്കും? 8. സംശയമില്ല. 32/4 ആണ് 8. അത് സംശയമില്ല. അപ്പൊ ഈ ഒരു സൈഡ് 8 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഇതിന്റെ ഉള്ളിലുള്ള ഈ ചതുർഭുജത്തിന്റെ പരപ്പളവ് കാണാൻ സാധിക്കുക? ഞാൻ കുട്ടികളോട് ചോദിച്ചോക്കട്ടെ, മറ്റു മക്കളോട് ചോദിച്ചോക്കട്ടെ, എങ്ങനെയാണ് മക്കളെ ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടിയത്? എത്രയാണ്? 32 സെന്റിമീറ്റർ സ്ക്വയർ. 32 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. മുസമ്മിൽ 32 എങ്ങനെയാ കിട്ടിയത് ഒന്ന് പറയാമോ? ഇതിന്റെ വലിയ സ്ക്വയറിന്റെ ഏരിയ 64 ആണ്. അതിന്റെ ഡയഗൺ നേരെ വരച്ചാ മതി സാർ. അപ്പം വലുതിന്റെ 8x8 64 ആണ്. അത് മനസ്സിലായി. പിന്നെ ചെറുതെങ്ങനെ 64 പകുതിയാവും? അതാണ് എന്റെ ചോദ്യം. അത് മേത്തൊന്ന് വരച്ചു നോക്കിയാൽ മനസ്സിലാവും. ഓരോ മധ്യബിന്ദുവിൽ നിന്ന് താഴോട്ട്. മധ്യബിന്ദു താഴോട്ട് ഇങ്ങനെയാ? അതെ, ഇങ്ങനെ രണ്ട് മധ്യബിന്ദുവും വരച്ചു. എന്നിട്ട് ഒരു ഭാഗം അപ്പോൾ 16 ആണ്. 16x4 അല്ലേ? അതെ, 16x4 64. ശരിയാ. അതിന്റെ പകുതി ആ ചെറിയ ബോക്സിന്റെ പകുതിയാണല്ലോ ഇത്. അതുകൊണ്ട് 8x4 32. 32 അങ്ങനെ കിട്ടും. വേറെ ആരെങ്കിലും വേറെ ഏതെങ്കിലും രീതിയിൽ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് പറയാം. വേറെ ഏതെങ്കിലും രീതിയിൽ മക്കൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഈ 32 ആണ് ശരി, എങ്ങനെ കിട്ടി? ഞാൻ അതെങ്ങനെയാ? ഒരു സ്ക്വയർ റെക്ടാങ്കിളിന്റെ ഏരിയ കണ്ടിട്ട് കാണാൻ പാടില്ലേ? എങ്ങനെ? ഏരിയ അല്ല, ഒരു സൈഡ് കണ്ടിട്ട്. മൂന്ന് തരത്തില് നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റും. 3 തരത്തില്. ഒരു തരം മുസമ്മിൽ പറഞ്ഞു കഴിഞ്ഞാണ് 64ന്റെ പകുതി എടുക്കുക. വേറൊരു തരം എന്ന് പറഞ്ഞാല് നമുക്ക് ഇത് 4 അല്ലേ ഉണ്ടാകുക അല്ലേ? 8 ഇത് ഓരോ 4 വീതം ഉണ്ടാവൂലേ? 4 ഉണ്ടാവൂലേ? ഈ ഒരു ട്രയാങ്കിൾ മാത്രം ഉണ്ടാവും. ഈ ഒരു ട്രയാങ്കിൾ മാത്രം പരിഗണിച്ചാൽ പോലെ. 4x4 16ന്റെ പകുതി 8 8 8 8 അങ്ങനെ ഉണ്ടാവുക. അപ്പൊ നേരത്തെ മുസ്തഫീൽ പറഞ്ഞതുപോലെ 8x4 32 ഇവിടെയും കിട്ടി, ഇവിടെ 8x4 32 അവിടെയും കിട്ടി. ഇങ്ങനെ 2-3 മാർഗത്തിലൂടെ ഉത്തരം കണ്ടെത്താൻ.
നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങൾ ചർച്ച ചെയ്യാം. കുട്ടികൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ചോദ്യത്തില് എളുപ്പമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അത്ര എളുപ്പത്തില് നമ്മുടെ LS USS വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് അത്ര എളുപ്പമാണെന്നില്ല എന്ന് ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് എളുപ്പമായി തോന്നിയതിന്റെ ഒരു കാരണം നമ്മുടെ ക്ലാസ്സില് ഇതിലും വലിയ ചോദ്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്, ഇല്ലേ? നിങ്ങൾ എന്ത് പറയുന്നു? ചർച്ച ചെയ്തിട്ടില്ലേ? അതുപോലെ തന്നെയാണ് ആ ചോദ്യങ്ങളൊക്കെ എളുപ്പമായത്. Question number 31. Okay. The average of 5 numbers is 20. If one number is removed, the average becomes 23. What is the removed number? ഇനി മറ്റേ മോള് അതിന്റെ മലയാളം ഒന്ന് വായിച്ചു. 5 സംഖ്യകളുടെ ശരാശരി 20 ആണ്. ഒരു സംഖ്യ ഒഴിവാക്കിയപ്പോൾ ശരാശരി 23 കിട്ടി. ഒഴിവാക്കിയ സംഖ്യ ഏത്? വെരി ഗുഡ്. 5 സംഖ്യകളുടെ ശരാശരി 20 ആണ്. നോക്കാം, നമുക്ക് ശരാശരിയായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയൊക്കെ ചോദ്യം വരും നോക്കാം. 5 സംഖ്യകളുടെ ശരാശരി 20 ആണെങ്കിൽ 5 × 20 ആയിരിക്കുമല്ലോ ടോട്ടൽ. 5 × 20 എത്രയാണ് മക്കളെ? 100. 100. അപ്പം ശരി. അപ്പൊ ശരാശരി 20 ആകുമ്പോൾ ടോട്ടൽ നമുക്ക് 100 കിട്ടും. അതിലൊരു സംഖ്യ നമ്മൾ ഒഴിവാക്കിയാണ്. ഒരു സംഖ്യ ഒഴിവാക്കിയാൽ 4 സംഖ്യകളായി. 4 സംഖ്യകളപ്പോൾ ശരാശരി എന്തായി? 23 ആയി. അപ്പൊ 4 × 23 എത്രയാണ്? 92 ആണ്. ആ വീഡിയോ ഓൺ ചെയ്ത കുട്ടികൾ തന്നെ പറയട്ടെ പറ്റെങ്കിൽ, പിന്നെ മറ്റേ കുട്ടികൾ ഇടപെട്ടാണ്. 92 ആണ്. അപ്പോൾ 100-ൽ നിന്ന് 92 മൈനസ് ചെയ്താൽ എത്രയാണ് കുട്ടികളെ? 8. അപ്പൊ നമ്മുടെ ആൻസർ 8 ആണ്. ഈ ശരാശരിയായിട്ട് ബന്ധപ്പെട്ട് പല സമയത്തും പല രീതിയിലാണ് ചോദ്യങ്ങൾ വരാറ്. ഞാൻ നിങ്ങളൊരു ചോദ്യം ഇവിടെ എടുക്കുമ്പോൾ, നമ്മുടെ ക്വസ്റ്റ്യൻ ഒരു ചോദ്യം എടുക്കുമ്പോൾ നമ്മൾ വീണ്ടും വേറൊരു ചോദ്യത്തിലേക്ക് ശരാശരിയായിട്ട് ബന്ധപ്പെട്ട് പോകാറുണ്ട്. ആ ചോദ്യം നിങ്ങൾക്കൊന്ന് എഴുതിയെടുക്കാം. ഈ ചോദ്യം ക്ലിയർ ആവാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇപ്പൊ ഒന്നുകൂടി പറഞ്ഞു തരാം. ഒന്ന്, 5 സംഖ്യകളുടെ ശരാശരി ഇങ്ങനെ പറഞ്ഞു, 4 സംഖ്യകളുടെ ശരാശരി ഇപ്പോ 23 പറഞ്ഞു. അപ്പോൾ ടോട്ടൽ കണ്ടുപിടിക്കുക, രണ്ടിന്റെ ടോട്ടൽ കണ്ടുപിടിക്കുക, വ്യത്യാസം കാണുക എന്നാൽ റിമൂവ് ചെയ്ത സംഖ്യ കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? യെസ് ഓർ നോ? യെസ്. യെസ്, ക്ലിയർ ആണ്. ഇനി അടുത്ത ഒരു ശരാശരി ബന്ധപ്പെട്ട ചോദ്യം ഒന്ന് ഞാൻ തരാം, എഴുതിയെടുത്തോളൂ. The average of some even number starting from 2 is 70. Which is the largest even number? വീഡിയോ ഓൺ ചെയ്ത കുട്ടികള് ആരെങ്കിലും ഒന്ന്, ഇംഗ്ലീഷ് മീഡിയം കുട്ടി അതൊന്ന് വായിച്ചു. The average of some even numbers starting from 2 is 70. Which is the largest even number? Which is the largest? അതിന്റെ മലയാളം അറിയാമെങ്കിൽ മറ്റേ കുട്ടി അതായത് മൈക്ക് ഓൺ ചെയ്ത് പിടിക്കുന്നത്. അതിന്റെ മലയാളം അറിയെങ്കിൽ മറ്റേ കുട്ടിക്ക് വായിക്കാം. മലയാളം അറിയെങ്കിൽ മാത്രം സാറേ വായിക്കട്ടെ. രണ്ട് മുതൽ 70 വരെയുള്ള സംഖ്യകൾ 2 മുതൽ 70 വരെയുള്ള ഇങ്ങനെയല്ല. 2 മുതൽ തുടങ്ങുന്ന ഏതാനും ഇരട്ട സംഖ്യകളുടെ, അങ്ങനെ പറയൂ, 2 മുതൽ തുടങ്ങുന്ന ഏതാനും ഇരട്ട സംഖ്യകളുടെ ശരാശരി 70 ആകുന്നു എങ്കിൽ വലിയ സംഖ്യ ഏത്? അങ്ങനെ വായിച്ചോളൂ. 2 മുതൽ തുടങ്ങുന്ന ഏതാനും ഇരട്ട സംഖ്യകളുടെ ശരാശരി, എക്കോ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, നമുക്ക് ഈ ഫോണൊന്ന് മാറ്റാം. ശരി, ഇപ്പൊ എക്കോ ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ശരി, 2 മുതൽ തുടങ്ങുന്ന ഏതാനും ഇരട്ട സംഖ്യകളുടെ ശരാശരി 70 ആകുന്നു എങ്കിൽ ചെറുതേതെന്ന് ചോദിക്കൂലല്ലോ. ഈ ചെറുതാണല്ലോ 2 ചെറുതാണ്, പക്ഷെ വലുതെന്ന് നമ്മളോട് ചോദിക്കാം.
ചെറുത് നമുക്ക് ചോദ്യത്തിലുണ്ടല്ലോ. അവ 2 മുതൽ തുടങ്ങുന്ന ഏതാനും ഇരട്ടസംഖ്യകളുടെ ശരാശരി 70 ആയാൽ അതിൽ വലുതേത് എന്ന് ചോദിച്ചാൽ ഉത്തരം കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം ഈ 70-നെ അങ്ങ് ഡബിൾ ചെയ്യാൻ. എത്രയാണ് ഫെർമിൻ ജോസ് 70-ന്റെ ഡബിൾ? 140. 140. 140 രണ്ടങ്ങ് കുറച്ച് കഴിഞ്ഞാൽ മതി. 140 2 കുറച്ച് എത്രയാ? 138. 138 അപ്പൊ നമ്മുടെ ആൻസർ ഇവിടെ റെഡിയാണ്. 138. ശരാശരിയായിട്ട് ബന്ധപ്പെട്ട പല രീതിയിൽ ചോദ്യങ്ങൾ വരാം. ശരാശരിയായിട്ട് ബന്ധപ്പെട്ട വേറൊരു ചോദ്യം നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. അത് ഇങ്ങനെയും വരാം. എങ്ങനെ? The sum of 9 consecutive natural number is 117. Which is the largest number? Fermin Jose, a ചോദ്യം ഒന്ന് വായിച്ചു. Yes. The sum of 9 consecutive natural numbers is 171. Which is the largest number? ഓക്കെ. മുസമ്മിൽ എന്താണ് അതിന്റെ മലയാളം? സം ഓഫ് 9 സാധാരണ സംഖ്യകളുടെ തുക 117 അപ്പോൾ ലാർജസ്റ്റ് നമ്പർ വലിയ സംഖ്യ 9 എണ്ണൽ സംഖ്യകളുടെ തുക 1 2 3 4 5 6 7 8 2 4 6 8 9 തുടർച്ചയായ 9 എണ്ണൽ സംഖ്യകളുടെ തുക 117 ആയാൽ അതിൽ വലുതേത് എന്ന് ചോദിക്കാം, ചെറുതേത് എന്ന് ചോദിക്കാം. പരീക്ഷയ്ക്ക് ചിലപ്പോൾ 9 അയക്കല് ചോദിക്കുക, 1000-ലാണൊക്കെ ചോദിക്കും. ഇത് കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗ്ഗം പറയാൻ പോകുന്നത്. 9 എണ്ണത്തിന് നമുക്ക് 117 കിട്ടിയെങ്കിൽ ഈ ടോട്ടലിനെ നമ്മൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആവറേജ് കിട്ടും. 117 ഡിവൈഡഡ് ബൈ 9 എത്രയാണ് ഫെർമിൻ ജോസ്? കണ്ടുന്നില്ലേ? 117 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണ്? 13. 13 പെട്ടെന്ന് മനസ്സിൽ കുറിച്ച് പറയണം. USSന്റെ കുട്ടികൾ അതിനൊന്നും ആലോചിക്കാനേ പാടില്ല. ഞാനിതൊന്ന് തീർക്കട്ടെ മോളെ. 117-നെ നമ്മൾ ആദ്യം ഇങ്ങനെ ചെയ്തു, 9 കൊണ്ട് ഡിവൈഡ് ചെയ്തു, നമുക്ക് ഈ 13 കിട്ടി. 13 മിഡിൽ നമ്പർ, 13 ആവറേജ്. പിന്നെ ചില കുട്ടികൾ 9 എണ്ണായതുകൊണ്ട് ഒന്ന് പുറകോട്ട് പോകും. 12, 11, 10, 9. ഈ 9 ആയിരിക്കും ചെറുത്. വലുതാ ചോദിച്ചെങ്കിൽ 14, 15, 16, 17. വലുത് 17 ആണ്. പക്ഷേ ഇത് 9 എണ്ണായതുകൊണ്ടാണ് ഇങ്ങനെ എഴുതി കണ്ടുപിടിക്കുന്നത്. 9 കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ ഒരു വിദ്യ ഇതാണ്, ഈ 9-ൽ നിന്ന് 1 കുറച്ച് കളിയാ. 9 minus 1. What is 9 minus 1? 8. 8 ആണ്. ആ 8-ന്റെ പകുതി എടുക്കുക. 8-ന്റെ പകുതി എത്തില്ല. 8-ന്റെ പകുതി എത്തില്ല. 4 ആണ്. ഈ 8-ന്റെ പകുതി 4 ആണ്. അപ്പൊ ഈ 13-ന്റെ കൂടെ 4 കൂട്ടിയാൽ 17 ആയിരിക്കും വലുത്. 13-ൽ നിന്ന് 4 മൈനസ് ചെയ്താൽ 9 ആയിരിക്കും ചെറുത്. മക്കളെ, ഇത് ഒന്നുകൂടി പറയണമെങ്കിൽ യെസ് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി പറഞ്ഞുതരാം.
Yes. എന്നിട്ട് പറയണം. മുസമ്മിൽ ഒന്ന് പറഞ്ഞു കൊടുക്കാമോ ഇത് മോനെ? യെസ് സാർ. ഒന്ന് പറഞ്ഞു കൊടുക്കൂ, എങ്ങനെയാ 17 കിട്ടാനുള്ള വിദ്യ? 117നെ 9 കൊണ്ട് ഹരിച്ചപ്പോൾ 13 കിട്ടി. 13 നടുവിലെ സംഖ്യ. അതിന് 9 സംഖ്യകളാണ് ഉള്ളത്. 1 കുറച്ച് അപ്പോൾ 8 കിട്ടി. 8ന്റെ പകുതി എടുത്ത് 4 13നോട് കൂട്ടിയപ്പോൾ 17 കിട്ടി. ചെറുത് കിട്ടാൻ 13ൽ നിന്ന് 4 കുറച്ചാൽ മതി. യെസ്. നമുക്ക് മറ്റു കുട്ടികളെ വീണ്ടും വിളിക്കാം. ആ വീഡിയോ ഓൺ ചെയ്ത് പറയുന്ന കുട്ടി പറയും. മക്കളെ, അടുത്ത ചോദ്യം എന്താണ്? 1 മുതൽ 30 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക 465 ആണ്. 11 മുതൽ 40 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക എത്ര? 1 മുതൽ 30 വരെയുള്ള എണ്ണൽ സംഖ്യയുടെ തുക 465 തന്നിട്ടുണ്ടല്ലോ അല്ലേ? ആ 11 മുതൽ 40 വരെയാണ് നമ്മളോട് ചോദിച്ചത്. ഇത് നമ്മള് പെർമിൻ ജോസ് നമ്മളെ പാഠഭാഗത്തിൽ നമ്മൾ ആ ചോദ്യം ചോദിച്ചിട്ടില്ലായിരുന്നു? പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളെ ക്ലാസ്സിൽ ഇത് എടുത്താല്ലേ? ശരിക്കും എടുത്താണ്, നമ്മൾ എടുത്താണ്. 1 മുതൽ 30 വരെ എത്രയാണെങ്കിൽ 11 മുതൽ 40 കണ്ടുപിടിക്കാൻ 30നെ 10 കൊണ്ട് പിടിച്ചാൽ എത്രയാണോ? എത്ര? 30നെ 10 കൊണ്ട് പിടിച്ചാൽ എത്രയാ? 300. അപ്പൊ ഇതുകൊണ്ട് 300 കൂട്ടിയാൽ മതി. 465 കൂട്ടിയാൽ എത്രയാണ്? 760. ഇതിന്റെ എളുപ്പമാണ്. ഞാൻ അതിന്റെ എളുപ്പമാർഗ്ഗമാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. പക്ഷേ ഇത് കണ്ടുപിടിക്കുന്ന 2-3 രീതി ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഈ 11 40 നമ്മൾ കൂട്ടുക, ആദ്യ സംഖ്യ അവസാന സംഖ്യ കൂട്ടുക. എത്രയാണ് മക്കളെ ഈ 11 പ്ലസ് 40? 51. ഇനി അടുത്ത ജോലി 11 മുതൽ 40 വരെ എത്ര സംഖ്യ ഉണ്ട് നോക്കലാണ്. 11 മുതൽ 40 വരെ 40 10 കുറച്ചാൽ മതി. 4 കുറയ്ക്കരുത്. 13 കിട്ടും. 30 സംഖ്യ ഉണ്ടാവും. ആ 30 സംഖ്യയുടെ പകുതി, 30ന്റെ പകുതി എത്രയാണ്? 50. അപ്പൊ 30ന്റെ പകുതി ഒന്ന്, അതായത് 15നെ നേരത്തെ കണ്ട 51 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. 15 × 51 എത്രയാണ് പെർമിൻ ജോസ്? മുസമ്മിൽ 15 × 51 എത്രയാണ്? അതിന് ചെയ്തു നോക്കണോ? 765. ഹലോ, ഈ 15 × 50 എത്രയാ മോനെ? 725. എങ്ങനെ? 15 × 50 750. 5 എത്രയാ? 750. 750. 15 × 5 75, 750 കിട്ടി. പിന്നെ ഒരു 15 കൂടി കൂട്ടിക്കൊടുത്താ പോരെ? 765. 765. അപ്പോൾ ഇതൊക്കെ എളുപ്പമാർഗങ്ങളാണ്. ഇനി രണ്ടാമത്തെ വേറെ രീതി എന്താണ്? 1 മുതൽ 40 വരെ കണ്ടുപിടിക്കുക. 1 മുതൽ 40 വരെ എന്ന് പറഞ്ഞാൽ 40 × 41/2 ആണ്. 40 × 41/2 40ന്റെ പകുതിയായ 20നെ 41 കൊണ്ട് ഗുണിച്ചാൽ 820 കിട്ടും. പക്ഷെ അത്രയും ഉണ്ടാവില്ല. കാരണം നമ്മളോട് 11 മുതൽ 40 വരെയാണ് ചോദിച്ചത്. അപ്പൊ നമ്മൾ ആവശ്യമില്ലാതെ ചേർത്തൊരു സംഭവമുണ്ട്. 1 മുതൽ 10 വരെ. 1 മുതൽ 10 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സംഭവം 10 × 12/2 ആണ്. അത് 55 ആണ്. അപ്പൊ ഈ 855 മൈനസ് ചെയ്താൽ മതി. അപ്പോഴും കിട്ടും 765. നിങ്ങൾക്ക് ഏത് മാർഗം വേണേൽ സ്വീകരിക്കാം.
ചിലപ്പോൾ ഈ പരീക്ഷയ്ക്ക് വരാറുണ്ട് സാധാരണ ഇത്. നിങ്ങളോട് ഇതാ ഒരു ചോദ്യം ഞാൻ തരുന്നു, ആ ചോദ്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനത്തെ ചോദ്യം വന്നു കഴിഞ്ഞാൽ മറു ചോദ്യങ്ങൾ നമ്മൾ വേർത്തരും. 100-നും 200-നും ഇടയിലുള്ള എല്ലാ ഒറ്റസംഖ്യകളുടെയും തുക എത്ര? What is the sum of all odd numbers between 100 and 200? ചോദ്യം ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. 100-നും 200-നും ഇടയിലുള്ള എല്ലാ ഒറ്റസംഖ്യകളുടെ തുക എത്ര? കുട്ടികൾക്ക് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഉറക്കം വിളിച്ചു പറയാം ഉത്തരം. മൈക്ക് ഓണാണ്. നേരത്തെ ആ വീഡിയോ ഓൺ ചെയ്ത, മലയാളം മീഡിയത്തിൽ പറയാം, വീഡിയോ ഓൺ ചെയ്ത കുട്ടിയുടെ പേരെന്താണ്? ഐറ ലക്ഷ്മി. ഏത് സ്കൂളാ മോള്? GUPS കരുവണ്ണൂർ. അതെവിടെയാ? സാർ ഇടുക്കിയിലാ. ഏത് ജില്ലയിലാ? ഇടുക്കി. കോഴിക്കോട്. മോള് കോഴിക്കോട് ജില്ലയല്ലേ അല്ലേ? ആ, മോള് ഈ ക്ലാസ് കഴിഞ്ഞാല് എന്നെ ഒന്ന് വിളിക്കണം ഈ നമ്പറിൽ 8686171729. മറന്നുപോവോ? ഇല്ല. ഇല്ല. കാതറിൻ കേൾക്കാം? കാതറിൻ, Yes, sir. കാതറിൻ ഈ ക്ലാസ് കഴിഞ്ഞാൽ എന്നെ ഒന്ന് വിളിക്കാമോ ഈ നമ്പറിൽ? Okay, sir. നമുക്ക് എപ്പോഴും വേണ്ടത് കോഹോസ്റ്റ് ആകുന്ന കുട്ടികളൊന്ന് വീഡിയോ ഓൺ ചെയ്ത് പറയുന്ന കുട്ടികളായിരിക്കും. കാരണം അത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് വീഡിയോ കൂടി കാണുമ്പോഴാണ് മറ്റു കുട്ടികൾക്ക് മനസ്സിലാകുക. ഇല്ലെങ്കിൽ വെറുതെ ഒരു അക്ഷരങ്ങൾ മാത്രമൊക്കെ വരുന്നുള്ളൂ ഫർണിച്ചേഴ്സ് ഒക്കെ പറയുമ്പോൾ. പറ്റുമെങ്കിൽ എല്ലാ കോഹോസ്റ്റും വീഡിയോ ഓൺ ചെയ്താൽ നന്നായിരുന്നു. എന്നാലാണ് നമ്മുടെ പിക്ചറിന് ക്ലാരിറ്റി ഉണ്ടാവും എന്ന് നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. 100-നും 200-നും ഇടയിലുള്ള എല്ലാ ഒറ്റസംഖ്യകളുടെയും തുക കണ്ടുപിടിക്കാൻ ഒരു മാർഗം ഇതാണ്. ആദ്യത്തെ ആ ഒറ്റസംഖ്യ 101 ആയിരിക്കുമെന്ന് നിങ്ങൾക്കറിയാം. അവസാനത്തെ ആ ഒറ്റസംഖ്യ 199 ആണെന്നും നിങ്ങൾക്കറിയാം. കുഴപ്പമില്ല, 101-ഉം 199 കൂടി കൂട്ടിയാൽ എത്രയാണ് ഫർണിച്ചേഴ്സ്? 300. 300 ആണ്. 300 ആണ്. ഇനി അടുത്ത എന്റെ ചോദ്യം, 101 മുതൽ 199 വരെ, അല്ലെങ്കിൽ 100-നും 200-നും ഇടയ്ക്ക് എത്ര ഒറ്റസംഖ്യ ഉണ്ട് എന്നുള്ളതാണ്. 50. അതാ 100 ഉണ്ടാവൂലേ? No. 100 നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ടാവും അല്ലേ? 100 മുതൽ 200 വരെ 100 നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ടാവും, 100 മുതൽ 200 വരെ. പക്ഷെ അതേസമയത്ത് ഓഡ് നമ്പേഴ്സ് 50 ഉണ്ടാവും അല്ലേ? ആ 50-ന്റെ പകുതി എടുക്കുക. 50-ന്റെ പകുതി എത്രയാണ്? 25. 25 into 300 എത്രയാണ്? എടോ 25-നെ 3 കൊണ്ട് ഗുണിച്ച് 2 0 കിട്ടുകൊടുത്തപ്പോ എനിക്ക് Yes. എത്രയാ? 7500. മക്കളെ എല്ലാവരോടുള്ള ചോദ്യമാണ്. നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും യെസ് എന്ന് ഉറക്കം വിളിച്ചു പറയും. Yes, sir. Yes, sir. Yes, sir. യെസ് സാർ. ശരി, അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനത്തെ ചോദ്യങ്ങള് ചോദിക്കാൻ നമുക്ക് വളരെ ഇഷ്ടമാണ്. ഇതാ അടുത്ത ചോദ്യം വരുന്നത് ലേശം കടുപ്പുള്ളതാണ്. 21 മുതൽ ഫ്രം 21. 21 മുതൽ 100 എണ്ണമാണ്. 100 എണ്ണം ഒറ്റസംഖ്യയുടെ തുക എത്രയാണ്? 21 മുതൽ 100 ഒറ്റസംഖ്യകളുടെ തുക എത്ര? What is the sum of 100 consecutive odd numbers starting from 21? എന്താണ് ഞാനിപ്പം പറഞ്ഞത് മോനെ?
What is the sum of 100 consecutive odd numbers starting from 21? വന്നല്ലോ, ഇംഗ്ലീഷും വന്നു. കാതറിൻ, മൈക്കൊന്ന് ഓൺ ചെയ്യട്ടെ. കാതറിൻ, ആ ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ വായിച്ചേ. What is the sum of 100 consecutive odd numbers starting from 21? പറ്റുമെങ്കിൽ വീഡിയോ ഓൺ ചെയ്തിട്ട് ആ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ വായിച്ച മോളെ. What is the sum of 100 consecutive odd numbers starting from 21? യെസ്. ആ മറ്റേ കുട്ടി, അതായത് കരുവണ്ണൂരിലുള്ള ആ മോളെ പേരെന്തേലും പറഞ്ഞ പേരെന്ന് പറഞ്ഞു. ഐരാലക്ഷ്മി. ഐരാലക്ഷ്മി ഒന്ന് മലയാളത്തിൽ ഒന്ന് വായിച്ച മോളെ. 21 മുതൽ 100 ഒറ്റസംഖ്യകളുടെ തുക എത്ര? നിങ്ങൾ എപ്പോഴും വീഡിയോ ഓൺ ചെയ്ത് പിടിച്ചോളൂ. കാരണം അങ്ങനെയാകുമ്പോൾ കുറച്ചുകൂടി പിക്ചർ ക്ലാരിറ്റി ഉണ്ട്. അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ വെറും സൗണ്ട് മാത്രമേ കേൾക്കൂ. 21 മുതൽ 100 ഒറ്റസംഖ്യയുടെ തുക എത്ര എന്ന ചോദ്യത്തിന് കാതറിന് ഇതിന്റെ ആൻസർ അറിയില്ലല്ലോ ഇല്ല സർ. എന്ന് പറഞ്ഞാൽ ചോദ്യം ഇതാണ്: 21, 23, 25. ഈ മുസമ്മിൽ ഇതില് ആ 100ാമത്തെ ഒറ്റസംഖ്യ ഏതായിരിക്കും? 221 ആണോ? അല്ലല്ലോ, 219 ആയിരിക്കില്ലേ? അതായത് 100ാമത്തെ ഒറ്റസംഖ്യ 199 ആണല്ലോ. 21 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ആ 100ാമത്തെ ഒറ്റസംഖ്യ ഏതായിരിക്കും? 299. ഫെർമിൻ ജോസ്, 21 മുതലാണ് തുടങ്ങുന്നതെങ്കിൽ ആ 100ാമത്തെ ഒറ്റസംഖ്യ ഏതായിരിക്കും? 221. 23 എഴുതി, അങ്ങനെ പോയി 100ാമത്തെ ഏതായിരിക്കും? 221. 221 ഉറപ്പിച്ചു. അല്ല സാറേ, 219. അതെങ്ങനെ 219 കിട്ടുന്നത്? ശരി, ഓക്കെ, ഞാൻ പറയാം. ഇവിടെ 21 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന 100 ഒറ്റസംഖ്യയുടെ തുക കണ്ടുപിടിക്കാൻ 21, 11 ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്കൊരു എളുപ്പമാർഗം ഞാൻ പറയാം. ഒറ്റസംഖ്യകളാണ് ചോദിക്കുന്നതെങ്കിൽ ഈ 21നെ തിരിച്ചങ്ങിട്ടേക്കുക 12. 21നെ തിരിച്ചിട്ടാൽ 12 ആണ്. അതിന്റെ കൂടെ 3 0 ചേർത്താൽ ഉത്തരായി. അപ്പൊ എത്ര ഇത് വായിക്കുക മുസമ്മിൽ? 12,000. 12,000. അതാണ് അതിന്റെ ഒരു എളുപ്പമാർഗം. അപ്പൊ ഒരു സെക്കൻഡ് കൊണ്ട് ഉത്തരം പറയാം. ഇനി ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗം വിശദീകരിക്കാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 1 മുതൽ തുടങ്ങുന്ന കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സിന്റെ സമ്മ് എപ്പോഴും എത്ര ഓഡ് നമ്പർ ഉണ്ടോ അവയുടെ സ്ക്വയർ ആയിരിക്കും. 1 + 3 + 5 + 7 + 9 = 1 മുതൽ 9 വരെ എത്ര ഓഡ് നമ്പർ എന്ന് ചോദിച്ചാൽ 10ന്റെ പകുതി 5 എണ്ണം. ആ 5 ഓഡ് നമ്പേഴ്സിന്റെ സമ്മ് കാണാൻ ഇത് കൂട്ടേണ്ട കാര്യമേ ഇല്ല. 1 അവിടെ ഉണ്ടെങ്കിൽ 5ന്റെ സ്ക്വയർ ആയിരിക്കും 25. അപ്പൊ ഓഡ് നമ്പേഴ്സിന്റെ സ്ക്വയറും 1 മുതൽ സ്റ്റാർട്ട് ചെയ്താണെങ്കിൽ ഓഡ് നമ്പേഴ്സിന്റെ സമ്മ് 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതെപ്പോഴും ആ എണ്ണത്തിന്റെ സ്ക്വയർ ആയിരിക്കും. അപ്പൊ നമ്മളോടുള്ള ചോദ്യം 21 മുതലാണ്. അവിടെയാണ് നമ്മൾ കുടുക്കിയത്. 1 മുതലായിരുന്നെങ്കിൽ ഒരു എളുപ്പമുണ്ടായിരുന്നു. 1 മുതൽ 100 ഒറ്റസംഖ്യയുടെ സ്ക്വയർ 100ന്റെ സ്ക്വയർ ആയിരിക്കും. പക്ഷെ അതേ സമയത്ത് നമ്മളോട് ചോദിച്ചത് എന്താ? നമ്മളോട് ചോദിച്ച ചോദ്യം ഫെർമിൻ ജോസ് 21 മുതൽ അതിനുശേഷമുള്ള 100 ഒറ്റസംഖ്യകളുടെ തുക കാണുക. 21 മുതൽ 100 ഒറ്റസംഖ്യയുടെ സമ്മാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ വക 1 മുതൽ 19 വരെയുള്ള ഒറ്റസംഖ്യകളുടെ സമ്മും പിന്നെ അങ്ങോട്ട് 21 മുതലുള്ള 100 ഒറ്റസംഖ്യയുടെ സമ്മും ഒന്നിച്ച് പിടിക്കുക.
1 മുതൽ 19 വരെ എത്ര ഒറ്റസംഖ്യകൾ ഉണ്ടാവും ഫെർമിൻ ജോസ്? 19 ഒന്ന് കൂട്ടാൻ പകുതിയാക്കും. 10. അതിനിങ്ങനെ ആലോചിക്കുന്നുണ്ട്. 19 ഒന്ന് കൂട്ടാൻ പകുതിയാക്കുക. 10 ഒറ്റസംഖ്യകളുടെ സമ്മ് നിങ്ങളുടെ വക കാണുക. ഇപ്പൊ കാണണ്ട. എന്നിട്ട് ചോദ്യത്തിൽ തന്ന 100 ഒറ്റസംഖ്യകളുടെ സമ്മ് 21 മുതൽ ഉണ്ടെന്നാണ്. അങ്ങനെ നിങ്ങൾ ടോട്ടൽ 110 ഓഡ് നമ്പേഴ്സിന്റെ സമ്മ് കണ്ടുപിടിക്കണം. അതിന് നമുക്കൊരു എളുപ്പമാകുന്നത് 110ന്റെ സ്ക്വയർ കണ്ടാൽ മതി. കാരണം 1 വന്നല്ലോ. 1 വന്നിട്ടുണ്ടെങ്കിൽ ആ എണ്ണത്തിന്റെ സ്ക്വയർ ആണ് ഉത്തരം. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മളോട് 100 ചോദിച്ചിട്ടുള്ളൂ. എന്താണ് 110ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ 11 × 11 120ന്റെ കൂടെ 2 0 ചേർത്താൽ മതി. നിങ്ങൾക്കറിയാം. ഇനി നിങ്ങൾ ഇവിടെ നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് കൂട്ടിച്ചേർത്ത 1 മുതൽ 19 വരെയുള്ള 10 ഓഡ് നമ്പേഴ്സ് ഇതിൽ വന്നിട്ടുണ്ട്. ഈ 12,100 വന്നിട്ടുണ്ട്. ആ 10 ഓഡ് നമ്പേഴ്സിന്റെ നമ്മൾ 10ന്റെ സ്ക്വയർ ആണ് കാരണം. ആ 10ന്റെ സ്ക്വയർ ആയ 100 ഇതിൽ നിന്ന് അങ്ങോട്ടങ്ങ് മൈനസ് ചെയ്യാം. കാരണം അത് നമ്മൾ അതിന് ചേർത്ത് വരുന്നു. അങ്ങനെ 12,000 കിട്ടും. അതിന്റെ എളുപ്പമാർഗല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്. 21 തിരിച്ചിട്ടാ മതി, 3 0 ചേർത്താ മതി. അപ്പൊ നിങ്ങൾ എല്ലാവരും ചിരിച്ചു. അതിന്റെ എളുപ്പമാർഗം. എല്ലാത്തിനും അത് ബാധകമല്ല കേട്ടോ. ഞാൻ 21 31 ഒക്കെ ചെയ്ത് നോക്കിയപ്പോ കണ്ടുപിടിച്ച. ശരി മക്കളെ, ഈ 12,000 കിട്ടിയത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്നും പറയണ്ട. മനസ്സിലായിട്ടില്ലെങ്കിൽ നോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അപ്പൊ കുറെ നോ വന്നിട്ടുണ്ട്. മുസമ്മിലെ പോയോ? മുസമ്മിലെ നമ്മളെ കുറെ നോ വന്നിട്ടുണ്ട്. അപ്പോ എന്താണ് വഴി ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? യെസ് സാർ. യെസ്. നമ്മൾ രണ്ടാമത്തെ വഴി പറഞ്ഞ ഈ എളുപ്പ വഴി പറയണ്ട, രണ്ടാമത്തെ വഴി പറയും. 110ന്റെ സ്ക്വയർ. ആദ്യത്തെ 100 എണ്ണവും ആദ്യത്തെ 19 വരെയുള്ള സംഖ്യയും 21 മുതൽ 100 എണ്ണവും ആകുമ്പോൾ 110 എണ്ണമാണ്. അപ്പോൾ 110ന്റെ സ്ക്വയർ 12,100 ആണ്. ആദ്യത്തെ 10 സംഖ്യയുടെ തുക 100. അത് ഇതിൽ നിന്ന് കുറയ്ക്കുമ്പോൾ 1,200 കിട്ടും. അല്ല, 12,000 കിട്ടും. അപ്പം അങ്ങനെയാണ് കണ്ടുപിടിക്കുക. ശരി, കാതറിന് ഈ സംഭവം മനസ്സിലായോ? കാതറിന് മറ്റേ കുട്ടിക്ക് മനസ്സിലായോ? കുട്ടിയുടെ പേര് പിന്നെ മറന്നു. ആ കുട്ടി പോയില്ലോ. മലയാളം മീഡിയം കുട്ടിക്ക് മനസ്സിലായോ? യെസ് സർ. എന്താ നിന്റെ പേര് കൂടെ എഴുതിയ കേട്ടാളെ? എന്നോട് ഇടക്കിടക്ക് അങ്ങ് മറന്നു വന്നിട്ട്. എന്തെന്നാ അതിന്റെ മോളെ പേര്? ഐറ ലക്ഷ്മി. ഐറ ലക്ഷ്മി. ഇപ്പൊ പുറത്തൊക്കെ ഐറ ലക്ഷ്മി കേരള. ഇതിപ്പോ കോഹോസ്റ്റ് ആകുന്ന കുട്ടികൾ വീഡിയോ ഓൺ ചെയ്യുന്ന കുട്ടികൾ. അപ്പൊ കുറച്ചുകൂടി എളുപ്പമാവും. ഫെർമിൻ ജോസിന് എന്തോ വീഡിയോ ഓൺ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? ഫെർമിൻ ജോസിന് പ്രശ്നമൊന്നുമില്ലല്ലോ. ഇടയ്ക്കൊന്ന് വീഡിയോ ഓൺ ചെയ്യണേ മോനെ. എന്നാലാണ് നമുക്ക് ഈ യൂട്യൂബിൽ ഈ ക്ലാസ് വരുമ്പോൾ നിങ്ങളുടെ പിക്ചറോട് കൂടിയുള്ള സംസാരം കേൾക്കും. ഇനി അടുത്ത ചോദ്യം ഇതാണ്. ഈ പൈപ്സ് അതൊന്ന് വായിച്ചു നോക്കാമോ? കേദറിൽ എന്തോ ഒരു പൈപ്പ് തുറക്കുന്ന കാര്യം പറയുന്നുണ്ട്. If pipes A and B fill a tank in 30 minutes and 20 minutes respectively, how long will it take to fill the tank if both the pipes are open together? അല്ല, മറ്റേ കുട്ടി മലയാളം വായിച്ച്. എ ബി എന്നീ പൈപ്പുകൾ തുറന്നാൽ യഥാക്രമം 30 മിനിറ്റ് കൊണ്ടും 20 മിനിറ്റ് കൊണ്ടും ഒരു ടാങ്ക് നിറയും. 2 പൈപ്പുകളും ഒരുമിച്ച് തുറന്നാൽ എത്ര സമയം കൊണ്ട് ടാങ്ക് നിറയും? അപ്പോ 30 മിനിറ്റും 20 മിനിറ്റും എടുക്കുന്നെങ്കിൽ 1/30 പ്ലസ് 1/20 ആണ് ഒന്നിച്ച് തുറക്കുന്നത്. ഈ 1/30 പ്ലസ് 1/20 എത്രയാണ് ഫെർമിൻ ജോസ്?
എ എന്ന പൈപ്പ് 30 മിനിറ്റും ബി എന്ന പൈപ്പ് 20 മിനിറ്റും ആണല്ലോ. അപ്പൊ 30 × 20/30 + 20 600/50 കിട്ടും. അതില് 0 വെട്ടിയാല് 60/5 12. ഇത്ര ഭാഗം വെള്ളമുണ്ട്, 1/3 ഭാഗം വെള്ളമുണ്ട്. 1 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചപ്പോൾ ടാങ്ക് പകുതി നിറഞ്ഞു. ടാങ്കിൽ എത്ര വെള്ളം കൊള്ളും എന്ന രീതിയിൽ ചോദ്യം വരാറുണ്ട്. അതേപോലെ ഇപ്പൊ വന്നിരിക്കുന്നത് 2 ടാങ്ക് കൂടി ഒന്നിച്ച് തുറക്കുന്നതാണ്. 30 മിനിറ്റ് കൊണ്ട് ബില്ലാവും, 20 മിനിറ്റ് കൊണ്ട് ബില്ലാവും. അപ്പോൾ ഒന്നില് 1 മിനിറ്റ് കൊണ്ട് 1/30, 1 മിനിറ്റ് കൊണ്ട് 1/20 ബില്ലാവും. ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 5/60 കിട്ടും. 5/60 വെട്ടിച്ചുരുക്കിയാൽ 1/12 കിട്ടും. പിന്നെ 12 കിട്ടല്ലേ എന്റെ ശരി? 12 കൊണ്ട് ബില്ലാവൂലേ? യെസ് ഓർ നോ? മറ്റുള്ള കുട്ടികൾ എന്താ പറയുന്നു? അപ്പൊ അതാണ് അതിന്റെ ശരി. ആ വഴിക്കാണ് ചെയ്യേണ്ടത്. ശരി, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം 34ാമത്തെ ചോദ്യമാണ്. മക്കളെ ആ ചോദ്യം 2 കൂട്ടറൊന്ന് വായിച്ചേ. ഇംഗ്ലീഷ് മീഡിയം, മലയാളം മീഡിയം കുട്ടികളൊന്ന് വായിച്ചേ പ്ലീസ്. What is the മ്യൂട്ട് ചെയ്യണേ. വായിച്ചോളൂ. What is equivalent to A plus B minus C? A plus B minus C. യെസ്, മറ്റേ കുട്ടി ഒന്ന് വായിച്ചേ മലയാളം. A plus B minus Cക്ക് തുല്യമായത് ഏത്? A plus Bക്ക് മൈനസ് ഏതാ തുല്യമായത്? നിങ്ങൾ തന്നെ പറ. A plus B minus C. എങ്ങനെ? ചോദ്യം എന്താണ്? A പ്ലസ് ബി മൈനസ് സിക്ക് തുല്യമായത് ഏതാണെന്നാണ് ചോദ്യം. ഏത് ഓപ്ഷനാണ് എടുത്തത് പെർമിൻ ജോസ്? ഏതാണ്? ഓപ്ഷൻ ഡി അല്ലേ? എ മൈനസ് സി മൈനസ് ബി അല്ലേ? യെസ് ഓർ നോ? നിങ്ങൾ എഴുതിയിട്ടില്ലത്? യെസ്. മറ്റു കുട്ടികൾ എന്ത് പറയുന്നു? ഏതാണ് ശരി? ഇതല്ലേ? എങ്ങനെയാ മക്കൾ ഇത് കണ്ടുപിടിച്ചത്? വെറുതെ 3 കൊടുത്തു, ബിക്ക് നമ്മൾ 2 കൊടുത്തു, സിക്ക് 1 കൊടുത്താൽ എത്രയാണ് വില? 4. 3 × 5 4 കിട്ടും. ശരിയാണ്. ഇനി നമ്മൾ സെലക്ട് ചെയ്ത എക്ക് നമ്മൾ 3 കൊടുത്തു, എന്നിട്ട് 1-ൽ നിന്ന് 2 മൈനസ് ചെയ്തു. ഈ 1-ൽ നിന്ന് 2 മൈനസ് ചെയ്താൽ എത്രയാണ്? -1. -1. അപ്പം 3 - -1 ഈസ് ഈക്വൽ ടു 3 + 1 ആണ്. 4 കിട്ടും. അങ്ങനെയും കണ്ടുപിടിക്കാം. വേറെ ഏതെങ്കിലും മാർഗത്തിൽ വേറെ ആരെയും കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലാന്ന് തോന്നുന്നു. ശരി, അടുത്ത ചോദ്യം. ഇതിലിപ്പോ പ്രശ്നമുള്ള ചോദ്യങ്ങൾ മാത്രം നോക്കാം. നിങ്ങൾക്ക് സ്ഥിരമായിട്ട് വരുന്ന ചോദ്യങ്ങൾ. 11/3 10/4 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ ഫാക്ടേഴ്സ് എത്രയെന്ന് ചോദിക്കുന്നു. അതൊക്കെ ഈസിയാണ്. എത്രയാ കിട്ടിയത് പറയൂ. ചർച്ച ചെയ്ത് പോകേണ്ട കാര്യമാണ്. 3 + 1 ഇൻറ്റു 10-നെ നമുക്ക് 2 × 5 4 എന്ന് എഴുതും. എന്നിട്ട് 11/3 + 1 എന്ന് എഴുതിയിട്ട് ഇൻറ്റു 2/4 ഇൻറ്റു 5/4. ഇവിടെയും +1 ഓരോന്ന് കൊടുക്കുന്നു. അപ്പൊ 4 × 5 × 5 അല്ലേ ഉത്തരം? എത്രയാ കിട്ടുന്നത്? 100 അല്ലേ? 100. അത് ശരിയാണ്. അതിലൊക്കെ കിട്ടിയിട്ടുണ്ടാവും. കാരണം അത് പല പ്രാവശ്യം നമ്മൾ ചർച്ച ചെയ്താണ്. വേറെ ചോദ്യം ഇതാണ്. ആ ചോദ്യം നോക്കാം. 2x 64 64 ആണ് എങ്കിൽ എക്സിന്റെ വില എത്ര എന്നാണ് ചോദ്യം. അത് ഈസിയാണ്.
2ന്റെ പവറായിട്ട് ഇതിനെ 2ന്റെ പവറായിട്ട് എഴുതാം. 2⁻6 എന്ന് എഴുതാം. 2⁻x സമം 2⁻6 ആണെങ്കിൽ 2 പോയാൽ x⁻6 6 കിട്ടുന്നു. അതും എളുപ്പമാണ്. പിന്നെ ചിത്രം വരയ്ക്കുന്ന 2 ചോദ്യങ്ങളാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. അതും എനിക്ക് തോന്നുന്നത് എളുപ്പമാണെന്നുള്ളതാണ്. അതിൽ ഓപ്ഷനിൽ ചിലത് അവസാനത്തത് 50ാമത്തത് 100 ഡിഗ്രിയാണ് വേണ്ടത്. പക്ഷെ അത് നമുക്ക് ആൻസർ കീയിൽ കൊടുത്ത് തെറ്റിപ്പോയിട്ടുണ്ട്. അത് ശ്രദ്ധിക്കുക. ഇതിന് സമാനമായ ചോദ്യം നമ്മൾ ചെയ്തതാണ്. ഇത് 80 ഡിഗ്രി, ഇത് 80, ഇതിലെല്ലാം പാരലാണെന്നാ പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ ഇത് കറസ്പോണ്ടിങ് ആംഗിൾ ആയതുകൊണ്ട് ഇത് 80 ആയിരിക്കും. അപ്പം ഇവിടെ ഉള്ളത് 100 ആയിരിക്കും. അപ്പൊ 100 ഡിഗ്രി അത് നിങ്ങൾക്കറിയാം. പിന്നെ അതിന്റെ തൊട്ട മേലെയുള്ള ഒരു ചോദ്യം ഇതാണ്. ഇങ്ങനെ ഒരു ചിത്രം അല്ലെ, ഇതല്ലേ ചിത്രം? ഈ ചിത്രം കൊടുത്തു. ഇത് 7 സെന്റിമീറ്ററോ ഇത് 12 സെന്റിമീറ്ററോ കൊടുത്തു. ഇവിടെ നിന്ന് 12 കൊടുത്തു. ഈ ചോദ്യം എന്തായിരുന്നു ഓർക്കുന്നുണ്ടോ കർമ്മൻ ജോസ്? സാർ അതിന്റെ ADയുടെ നീളം കാണാനായിരുന്നു. അതായത് മേലത്തെ 7ന്റെയും 12ന്റെയും തമ്മിൽ യോജിപ്പിച്ചിരിക്കുന്ന വരയില്ലേ? ഇതാണ് ആ ADയുടെ നീളത്തിലാണ് ചോദിക്കുന്നത് അല്ലേ? യെസ്. ADയുടെ നീളം കാണാൻ നമുക്ക് ഇങ്ങനെ ചെയ്താലും മതി. ഇത് ഇങ്ങോട്ട് എല്ലാം ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ കണ്ടുപിടിച്ചാൽ പോരെ. അപ്പൊ ഇവിടെ എന്തായാലും 12 ആയിരിക്കുമല്ലോ. ഇത് 12 ആകുമ്പോൾ ഇത് 12 ആയിരിക്കൂലേ? യെസ്. അപ്പൊ ഇത് എത്രയായിരിക്കും അന്നേരം? 5 ആയിരിക്കും. 5. അപ്പൊ 12ന്റെ സ്ക്വയർ എത്രയാ? 144. 5ന്റെ സ്ക്വയറോ? 25. 2 കൂടി കൂട്ടുക എത്രയാ? 169. 169ന്റെ സ്ക്വയർ എത്രയാ? 13. അത് എളുപ്പമാണ്. അപ്പൊ ചിത്രങ്ങളുടെ ചോദ്യങ്ങൾ എളുപ്പമാണ്. പക്ഷെ ഇത്ര എളുപ്പത്തിലെല്ലാം വരും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. വേറൊരു ചോദ്യം ഞാൻ കണ്ടു. 2⁻5 പ്ലസ് 2⁻5 പ്ലസ് 2⁻5 പ്ലസ് 2⁻5 എത്രയാണ്? ഇവിടെ 4 2⁻5 ആണ്. അപ്പൊ 4 × 2⁻5. 4നെ നമുക്ക് 2⁻2 എന്ന് എഴുതാം. 2⁻5 × 2 എന്ന് കിട്ടും. അത് 2 കൂടി ചെയ്താൽ 2⁻2 + 5 2⁻7 ആണ്. അതും എളുപ്പമാണ്. പിന്നെ ഇതൊക്കെ വേറെ കഴിയുന്നതായിരുന്നു. പിന്നെ ഇതിൽ കാര്യമായി ചർച്ച ചെയ്യേണ്ട ചോദ്യം ഇതാണ്. റൂട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം തന്നിട്ടുണ്ട്. സ്ക്വയർ റൂട്ട് ഓഫ് 0.81 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 0.0081 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 0.00081. ഇത് ചെയ്താൽ എത്രയാണെന്നുള്ള ചോദ്യം. അപ്പൊ അതിന് പ്രശ്നമൊന്നുമില്ല. കാരണം ആദ്യം 0.81 നമുക്ക് 0.9 കൊടുക്കാം. ഇതിന്റെ സ്ക്വയർ റൂട്ട് പ്ലസ് ഈ പോയിന്റ് ഒക്കെ നേരെ വരുന്ന രീതിയിൽ ഇട്ടോളണം. ഇവിടെ പോയിന്റ് ഇവിടെ 4 സ്ഥാനം ഉണ്ടെങ്കിൽ 2 സ്ഥാനം കൊടുക്കുക. അടുത്തത് 2 എത്ര സ്ഥാനമുള്ളത്? അടുത്തത് ഒരു 0 കൂടി ഉണ്ടല്ലോ, ഒരു 0 കൂടി കൊടുക്കണം. ശരിയാ, 6 സ്ഥാനമുണ്ട്. 6 സ്ഥാനം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 3 സ്ഥാനം കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ 0.009 അങ്ങോട്ട് ചാടിക്കുക. അപ്പൊ 0.999 എന്ന് കിട്ടും. ഇത്രയേ ഉള്ളൂ. പൊതുവെ ഈസി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇനി ഏതെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ നേരിട്ട് ചോദിക്കാം. ഏതെങ്കിലും ഇനി വിശദീകരിക്കണമെങ്കിൽ ചോദിക്കാം. വേറൊരു മോഡൽ പരീക്ഷ വരുന്നുണ്ട്. അപ്പൊ എല്ലാ മോഡൽ പരീക്ഷകളും അറ്റൻഡ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് പേപ്പർ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് സംഘടിപ്പിക്കുക. ധാരാളം പ്രാക്ടീസ് ചെയ്യുക. ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു ചോദ്യം തരികയാണ്. ആ ചോദ്യം നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് എടുക്കുക. യൂട്യൂബിൽ ഈ ക്ലാസ് വരുമ്പോൾ മക്കള് ആ യൂട്യൂബിലൂടെ തന്നെ ആ ചോദ്യത്തിന് കമന്റ് ചെയ്യുകയും ചെയ്യുക. Difference of two numbers whose sum is 1, 2 and the product is maximum. ചോദ്യം ഒന്ന് വായിച്ചു കൊടുക്കും ഫർമിൻ ജോസ്. What is the difference of two numbers whose sum is 12 and the product is maximum? മലയാളം ഇതാണ്. ആ മലയാളം നോട്ട് ചെയ്ത് വെച്ചോളൂ. തുക
12 ഗുണനഫലം ഏറ്റവും കൂടുതലുമായ സംഖ്യകളുടെ ഗുണനഫലം മാക്സിമമായ സംഖ്യകളുടെ വ്യത്യാസം എത്ര എന്നാണ് ചോദ്യം. അതിന് ഓപ്ഷൻ ഉണ്ട് 3, 0, 1, 6. What is the difference of two numbers whose sum is 12 and product is maximum? ഇതാണ് ഇന്നത്തെ ചോദ്യം. ഈ ചോദ്യത്തിനാണ് നിങ്ങൾ യൂട്യൂബിലൂടെ ഈ ചോദ്യത്തിന് കമന്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് സംശയമുള്ള ചോദ്യങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം. 8686171729 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. രാവിലെയുള്ള ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യുക. നന്നായിട്ട് പഠിക്കുക. കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ കൂടുതൽ എളുപ്പത്തിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഉന്നത വിജയം നേടുന്നു. എല്ലാവരും ഗിഫ്റ്റഡ് കുട്ടികളാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. Thank you, sir.